സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ദ ഹോസ്പിറ്റൽ പ്രൊജക്റ്റ്. ഇനി ഹോസ്പിറ്റൽ പ്രൊജക്റ്റിനുള്ള ഫിനാൻസ് നമ്മൾ പറഞ്ഞു കോടിക്കണക്കിന് രൂപ ഇതിന് ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇത്രയധികം കോടികൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടല്ല ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള സോഴ്സസ് നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് എടുക്കും, അതുപോലെ തന്നെ HDFC, IDFC അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ബാങ്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് കിട്ടുന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് എവിടെ നിന്നൊക്കെയാണെന്ന് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റസ്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് REIT എന്നാണ് പറയുക. ഹാവ് ഗ്രേറ്റ് ഡീൽ ഓഫ് അവൈലബിൾ ഓഫ് ക്യാപിറ്റൽ ദാറ്റ് മെനി ഹോസ്പിറ്റൽ ഹാവ് സ്റ്റാർട്ടഡ് ടാപ്പിംഗ് ഇൻ ടു. അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇതുപോലെ ഹോസ്പിറ്റൽ ബിസിനസ്സിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ നിന്ന് ചെറിയ ചെറിയ തോതിൽ പല സ്കീമുകളിലൂടെ കളക്ട് ചെയ്യുന്ന ഫണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇതുപോലെ ഹോസ്പിറ്റൽ ബിസിനസ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇത്ര റിട്ടേൺ കിട്ടും അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് എത്ര വർഷം കഴിയുമ്പോഴേക്കും ഈ ഹോസ്പിറ്റൽ റൺ ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ പ്രോഫിറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. പിന്നെ വരുന്നത് ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ ഫണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. സച്ച് ആസ് ദ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ 242 ഹോസ്പിറ്റൽ മോർഗേജ് ഇൻഷുറൻസ് പ്രോഗ്രാം അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ ബാങ്കുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ് ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ ഫണ്ട്സ്. അവരിതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബാങ്കുകളിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ് എക്സ്പാൻഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്. മിക്കതും ഇത് എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. 12 to 24 months സം സ്ട്രോങ്ങർ ഹോസ്പിറ്റൽ യൂസിങ് FHA പ്രോഗ്രാം. FHA എന്ന് പറയുന്നത് ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനാണ് കേട്ടോ. ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനാണ് ഈ FHA എന്ന് പറയുന്നത്. ടു ക്യാപിറ്റൽ പ്രൊജക്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈൽ സ്ട്രോങ്ങർ ഹോസ്പിറ്റൽ ചൂസിങ് ദിസ് ഓപ്ഷൻ. ഇങ്ങനെ നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവർക്ക് ഫണ്ടുകൾ ഇതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ NABH അങ്ങനെയുള്ള റാങ്കിങ് കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ടുകൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യും. അത് മാറ്റി വയ്ക്കുന്നുണ്ട്, ഫണ്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ സാധാരണ ട്രഡീഷണൽ ഫിനാൻസിന് നമ്മൾ സാധാരണ പോലെയുള്ള ഫണ്ടുകളുടെ ആവശ്യത്തിന് ചെറിയ ചെറിയ ആവശ്യത്തിന് ട്രഡീഷണൽ ഫിനാൻസുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം അവർക്ക് സാലറി കൊടുക്കാൻ തന്നെ 10 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആവശ്യമായിട്ട് വരും. അത്രയധികം സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്രയധികം പൈസ സാലറിക്ക് തന്നെ ആയിട്ട് ആവശ്യമായിട്ട് വരും. പിന്നെ ബിൽഡിംഗ് വർക്കുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഫിനാൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോർ പ്രോഫിറ്റ് നോൺ പ്രോഫിറ്റ് പാർട്ട്ണർഷിപ്പ്. അതായത് നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഹാവ് ആൻ അസസിങ് ക്യാപിറ്റൽ ത്രൂ പാർട്ട്ണർഷിപ്പ് ഓർ അക്വിസിഷൻസ്. നമ്മൾ പല ഫണ്ടുകൾ പല മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസൊക്കെ ഉപയോഗിക്കുന്നത്. പല സ്കീമുകൾ ഇപ്പോൾ നമ്മൾ പല കൺട്രിയിൽ നിന്നും ഇതുപോലെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റൊക്കെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മൾ പല മിഷനറീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് കൊണ്ടാണ്. പിന്നീട് അത് എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അനുസരിച്ച് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ ഫോർ പ്രോഫിറ്റ് പ്ലാനോ ടെക്സാസോ ബേസ്ഡ് LHP ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, നോൺ പ്രോഫിറ്റ് സെൻറ്റ് മേരീസ് ഹെൽത്ത് സിസ്റ്റമിൻ്റെ വാട്ടർബറി. അതായത് പല കൺട്രിയിലുള്ള ഇങ്ങനെയുള്ള സ്കീമുകളുണ്ട്. നമുക്കിങ്ങനെ ഒരു പുവറായിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനൊക്കെ അവർ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് ഫണ്ട് കിട്ടിയിട്ടാണ് നമ്മളൊക്കെ ക്രിസ്ത്യൻ മിഷണറീസൊക്കെ ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാനിങ് ജോയിൻറ്റ് വെഞ്ചർ വിച്ച് സെൻറ്റ് മേരീസ് ഇൻ ടു പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. പിന്നീട് അത് എന്തായിരുന്നു, പ്രോഫിറ്റ് ഹോസ്പിറ്റലായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ. അതായത് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഡോക്ടേഴ്സൊക്കെ ചേർന്നിട്ട് 10 ഡോക്ടേഴ്സ് ചേർന്നിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഈ പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. അവരുടെ മാത്രം ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു. Then private equity firms can benefit through these acquisition by using their capital to develop hospital and health system to profitable organization. അത് പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആക്കാനുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർ 10 പേര് ചേർന്നിട്ടോ അല്ലെങ്കിൽ 10-20 ഡോക്ടേഴ്സ് പിന്നെ അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ചേർന്നിട്ട് ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റീയൂസ് ഓഫ് ബിൽഡിംഗ്.
ചില ബിൽഡിങ്ങുകൾ നമ്മൾ ഉപയോഗിക്കാത്ത ബിൽഡിങ്ങുകളൊക്കെ ഇതുപോലെ ഹോസ്പിറ്റലായിട്ട് സാധാരണഗതിയിൽ നമ്മൾ പുതിയ ബിൽഡിങ്ങാണ് പണിയുക. പക്ഷേ കുറച്ച് കാലം മുന്നേ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ റീയൂസ് ചെയ്തിരുന്നു. ഓഫ് ക്യാമ്പസൊക്കെ ആയിട്ട് അത് റീയൂസ് ചെയ്തിരുന്നിട്ട് നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ ഉപയോഗിച്ചു. പിന്നെ ഷെയർഡ് സ്പേസ്, ഇൻ അഡീഷൻ ടു റീപർപ്പസിങ് കറണ്ട് ബിൽഡിങ്സ്, ഹോസ്പിറ്റൽ, ഹെൽത്ത് സിസ്റ്റം, ഷെയറിംഗ് റിയൽ എസ്റ്റേറ്റ് വിത്ത് ഫിസിക്കൽ ഓഫീസ് ആൻഡ് അതർ പ്രൊവൈഡേഴ്സ്, ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. അതായത് ആ ബിൽഡിങ്ങിൻ്റെ തന്നെ ഭാഗങ്ങൾ, അതായത് മിഷണറി ഹോസ്പിറ്റലായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, പുതിയതായിട്ട് മറ്റുള്ള ബിൽഡിങ്ങിൻ്റെയോ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡായിട്ട് ഉപയോഗിക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാണ്, അതായത് ക്രിസ്ത്യൻ മിഷണറീസ് ഉണ്ടായിരുന്ന ഇപ്പോൾ വൈദികർ അങ്ങനെയുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗം എന്താക്കി മാറ്റുന്നു, ഹോസ്പിറ്റലിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് മാറ്റുന്നു. അതാണ് ഷെയർഡ് സ്പേസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണൽ മെഡിക്കൽ ഓഫീസ് ബിൽഡിംഗ് വേർ ഫിസിഷ്യൻസ് വേർ കെയർ ഓൺ ഓഫ് ബിസിനസ് ഓഫീസേഴ്സ്, വെയിറ്റിംഗ് റൂംസ്, ക്ലിനിക്കൽ ഏരിയ, പാഡിയം ടു ഗോയിങ് ചേഞ്ച്. അതായത് അവരുപയോഗിച്ചിരുന്ന ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ എന്തിനു വേണ്ടി മാറ്റുന്നു, ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റുന്നു. അപ്പോൾ അതാണ് ഷെയർഡ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ദ ഹോസ്പിറ്റൽ പ്രൊജക്റ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ.